ഹലോ, പാർവതിയാണേ. അപ്പോൾ ഈവനിങ് ടൈമിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. കാരണം നമുക്ക് ഓഫീസിൽ പോകുന്നത് കൊണ്ട് ലഞ്ച് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഈവനിങ് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് പിറ്റേ ദിവസത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുവേ. അപ്പോൾ അങ്ങനെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അങ്ങനെ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ കാന്താരി മുളകാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാന്താരി മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഏതൊരു തോരനാണെങ്കിലും മെഴുക്കുവരട്ടി ആണെങ്കിലും ഒക്കെ കാന്താരി മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് കോവയ്ക്കകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ സമയം കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കുമായിരുന്നേ. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലഞ്ചിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ടി വരത്തില്ല. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അതുപോലെ തന്നെ തുമരയും പുളിയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുവരയൊക്കെ ഇട്ട് കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഓട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്സൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ വാഴ 2-നകത്തുള്ള ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പാട്ടാണല്ലോ കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനും. എനിക്ക് ഭയങ്കര ഇഷ്ടം, എത്ര കേട്ടാലും മതിയാവത്തില്ല. ഞാൻ എപ്പോഴും അതിങ്ങനെ ഇട്ടിങ്ങനെ ആ പാട്ട് കേട്ടോണ്ടിരിക്കും. അങ്ങനെ ആ പാട്ടൊക്കെ ഇട്ട് ഒന്ന് എൻജോയ് ചെയ്തുകൊണ്ട് നിന്ന് ഓട്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു. പിന്നെ ഈ സാമ്പാറിനകത്ത് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി എപ്പോഴും ഒന്ന് ചൂടാക്കിയിട്ടേ ഇടാറുള്ളത്. അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയിട്ടിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുളിവെള്ളമൊക്കെ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ കായം മസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് കടുക് വറുത്തെടുത്തു. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളേ. പിന്നെ ഞാൻ ഇടയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ദോശയായിരുന്നു. ചമ്മന്തിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വെള്ള ചമ്മന്തി തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ദോശയൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരം നമ്മൾ ഫോണൊക്കെ നോക്കി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് റീൽസൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് പോയി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ മുഖത്ത് ഞാൻ ഗാർണിയറിൻ്റെ ഒരു നൈറ്റ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കെട്ടി വെച്ചു. അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രേ ഉള്ളേ. അപ്പോൾ ബൈ.